സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അറബിക് കലാമേളയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇനങ്ങളിൽ ഒന്നാണ് അറബി ഗാന മത്സരം. പലപ്പോഴും ശക്തമായ പ്രമേയങ്ങൾ അറബി ഗാനങ്ങളായി വേദിയിലെത്തുന്ന സ്ഥിരം കാഴ്ച നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇത്തവണ അറബി ഗാന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി അവതരിപ്പിച്ചിരിക്കുന്നത് ഗസയുടെ വിലാപമാണ്. ഗസ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നുമെന്നും ഒരു നൊമ്പരമായ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഗസയുടെ വിലാപം പാടിക്കൊണ്ടാണ് വിദ്യാർത്ഥി സമ്മാനം നേടിയത്. മോന്റെ പേരെങ്ങനെയായിരുന്നു? റോബിൻ സെയിൻ. റോബിൻ സെയിൻ രംഗത്ത് അവതരിപ്പിച്ച പാടിയത് ഗസയുടെ വിലാപമായിരുന്നു അല്ലേ? ആ പാട്ട് ഒന്ന് പാടിയതിനു ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൈ തുശ്രിക് ശംസുകി ഫൗക മാനീന വയനാമ സാറുകി മുബ്തസമി വനറാകി ബിഹൈരിൻ ഹീന തുനാദീന ലിയമാരി ബയൂതി വബ്സാതി سنويدك وطنا رومما سينا أهرارا نستو متحدين لن نسكت لن نستسلم لا 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 نفديك دنهيانا فلسطين فلسطين بلادي نحملها جرحا أو أملا لا 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 ونبقى فيها اليوم الدين فلسطين بلادي. ഓക്കെ, ഇതില് ശക്തമായിട്ട് ഇസ്രായേലിനെ വാൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരാണ് ഇത് പാട്ടാരാണ് എഴുതിയത്? അഹ്മദ് അൽ ഖാദർ. ഓക്കെ, എന്താ ഇതിന്റെ ഒരു പ്രമേയം എങ്ങനെയാണ്? ഇതിൽ എന്തൊക്കെയാണ് ഈ പാട്ടിൽ പറയുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാലും. ഇതുവരെ ഒരു മത്സരമായിട്ടല്ല ഞാൻ കണ്ടത്. അതായത് എൻ്റെ ഒരു പ്രതിഷേധമാണ് സ്റ്റേജിൽ ഞാൻ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സമയവും അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വഴിയില്ലാതെ കുറേ അമ്മമാർ, കുട്ടികൾ അവിടെ നിന്ന് പെടുകയാണ്. അവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു നല്ലൊരു പ്രതിഷേധമാണിത്. ആ സ്റ്റേജിൽ ചെയ്യാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തെവിടെയും ഒരു സ്ഥലത്തും ഒരു ഇടങ്ങാറുണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത്. ഗസയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതെ അതെ, ഇന്നലെ കൂടി കണ്ടിട്ടുണ്ട്. കുറെ മക്കളും ഇതൊക്കെ ഭക്ഷണത്തിന് വേണ്ടി. വലിയ സങ്കടമാണ് അവിടെ നിന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലേ? ഈ അറബി ഗാന മത്സരത്തിൽ ശക്തമായ പ്രമേയമായിട്ട് തന്നെ ഗസ വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും വന്നിട്ടുണ്ട്, ഇത്തവണയും അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ അർത്ഥമാക്കുന്നത് നമ്മുടെയൊക്കെ പുതിയ കാലത്തെ കുട്ടികൾ ഇതിനോട് ശക്തമായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടിയാണല്ലോ. എന്താണ് നമ്മുടെ ആ കുട്ടികളോട് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? ഗസയിലെ കുട്ടികളോട് മോന്റെ ഒരു മനസ്സിലുള്ള വിചാരം എന്താണ്? അവർക്ക് ഈ കഷ്ടപ്പാട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. കാരണം അവർ ഇത്രയും അനുഭവിച്ചു, ഇനിയെങ്കിലും അത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അത് തന്നെയാണ് ലോകത്തിന് മുഴുക്കയും ഇസ്രായേലിനോട് പറയാനുള്ളത്. ഗസയിലെ മനുഷ്യരെ ഇനിയെങ്കിലും വെറുതെ വിടണം. അത് തന്നെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികളിലും നമുക്ക് മുഴങ്ങി കേൾക്കാൻ കഴിയുന്നത്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.